നിങ്ങളെ തല്ലും, തല്ലിയ കൈകൊണ്ട് തലോടും, തലോടി കൈകൊണ്ട് ഭക്ഷണം വാരിത്തരും, ആ കൈകൊണ്ട് വീണ്ടും തല്ലും. അപ്പം നിങ്ങൾ എന്ത് ചിന്തിക്കും? നിങ്ങൾ കൺഫ്യൂസ്ഡാവും. നിങ്ങൾ കരയുന്നത് അവർക്ക് കാണണം. നിങ്ങളെ എങ്ങനെ ജീവിക്കണം, നിങ്ങൾ ചിരിക്കാൻ പാടില്ല, ഇവരുടെ മുന്നിൽ ചിരിക്കാനേ പാടില്ല. ചേട്ടാ, ഈ നാർസിസിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരുടെ ഇടയിൽ നിന്ന് എങ്ങനെ പുറത്തു വരാൻ സാധിക്കും? എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ഒളിഞ്ഞിരിക്കുന്ന ഒരു സൈക്കോ എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം ഈ നാർസിസ്റ്റായ ആളുകളെ. നമുക്കൊരു നാർസിസ്റ്റായ പുരുഷന്മാരുടെ ഒരു കാറ്റഗറി എടുക്കാം. NPD ഉള്ള ആളുകൾ പൊതുവെ ഒരാൾ ട്രീറ്റ് ചെയ്യുന്ന രീതി എന്താണെന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. വളരെ സിമ്പിളാണ്, പക്ഷെ അത് നമ്മളെ അനുഭവിക്കുന്നതിനെ സംബന്ധിച്ചിട്ട് അത് ഭയങ്കര പവർഫുൾ, ഇൻ ഡെപ്തിൽ നമ്മളത് ബാധിക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആത്മവിശ്വാസത്തെ, നമ്മുടെ കഴിവുകളെ, നമ്മുടെ ബന്ധങ്ങളെ ക്രിയേറ്റ് ചെയ്യാനുള്ള നമ്മുടെ കോൺഫിഡൻസിനെ, നമ്മുടെ അച്ഛനും അമ്മയുമായിട്ടുള്ള നമ്മുടെ ബന്ധങ്ങളെ, സഹോദരങ്ങളുമായിട്ടുള്ള കണക്ഷൻസിനെ തുടങ്ങിയിട്ട് നമ്മളുമായിട്ട് എന്തെല്ലാം നമുക്ക് സന്തോഷം കിട്ടുന്നു. ഈ നമുക്ക് സന്തോഷം കിട്ടുന്ന കുറേ കാര്യങ്ങളുണ്ടല്ലോ, നമ്മുടെ പാരൻസ്, നമ്മുടെ വീട്ടുകാർ, നമ്മുടെ ജോലി, നമ്മുടെ വിദ്യാഭ്യാസം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ. ഇതിനെയെല്ലാം ഇവർ ഒന്നുകിൽ പുച്ഛിച്ച് തള്ളും, അതല്ലെങ്കിൽ ഇവർ കളിയാക്കും, അതല്ലെങ്കിൽ ഇതെല്ലാം അവരെല്ലാവരും കൂടി നിന്നെ പറ്റിക്കുന്നതാണ്. അത് സ്വന്തം അച്ഛൻ്റെ അമ്മയുടെയും സ്നേഹം വരെ ഇവർ നിന്നെ പറ്റിക്കുന്നതാണ്, നിന്നെ ചതിക്കുന്നതാണെന്ന് പറഞ്ഞ് വിശ്വസിപ്പിക്കും. അതെങ്ങനെയാണ് നമുക്കങ്ങനെ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരാൾ നിരന്തരമായിട്ട് നമ്മുടെ അടുത്ത് ഒരു കാര്യം ഇങ്ങനെയാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ ആ വ്യക്തി പറയുന്ന കാര്യം നമ്മൾ വിശ്വസിക്കും. അത് നമ്മളല്ല ശരിക്കും വിശ്വസിക്കുന്നത്, നമ്മുടെ ബ്രെയിനിൻ്റെ ഒരു ഫംഗ്ഷൻ്റെ പ്രശ്നമാണത്. നിരന്തരം എന്ത് പറയുന്നു അത് നമ്മുടെ ബിലീഫ് സിസ്റ്റമായിട്ട് മാറും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിൽ കട്ട് ചെയ്യും. ആക്ച്വലി ഇവരത് മനഃപൂർവ്വം ചെയ്യണേ. എന്നാൽ ഇവരുടെ ഫാമിലിനെ പറ്റിയോ, ഇവരുടെ ബന്ധങ്ങളെ പറ്റിയോ, ഇവരുടെ സൗഹൃദങ്ങളെ പറ്റിയോ, ഇവരുടെ നേച്ചറിനെ പറ്റി എന്തെങ്കിലും പറയുകയോ ചിന്തിക്കുകയോ ആക്ഷൻ കണ്ണുകൊണ്ടെങ്കിലും നമ്മൾ ഇറിറ്റേഷൻ കാണിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ഇവർ പെട്ടെന്ന് അഗ്രസീവോ. കാരണം ഇവർക്കറിയാം നമ്മൾ ഇവരെ പോലെ പെരുമാറുമോ, ഇവരെ പോലെ സംസാരിക്കുമോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഇവർക്ക് ഭയങ്കര ഭയമാണ്, ഇവർ പേടിയാണ്. ഇവരുടെ പേടി കൊണ്ട് ഇവരെന്ത് ചെയ്യും? ആ ടെൻഷൻ വന്നു കഴിഞ്ഞാൽ ഇവർ നമ്മളെ അടിച്ച് നശിപ്പിച്ചളയും. ഒന്നെങ്കിൽ ശാരീരികമായിട്ട് ഉപദ്രവിക്കും, കൂടുതലും മാനസികമായിട്ടാണ്. ശാരീരികമായിട്ട് ഉപദ്രവിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കാം, പക്ഷേ മാനസികമായിട്ട് ഉപദ്രവിച്ചാൽ അതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സൂയിസൈഡിലോട്ട് വരെ എത്തിക്കും. ഒറ്റ കാര്യമുള്ളൂ, നിങ്ങൾ പല ആളുകളും എന്നെ വിളിച്ചിട്ട് സംസാരിക്കാറുണ്ട്, ചേട്ടാ ഞാനത് എന്ത് ചെയ്യും, ഞാനെങ്ങനെ ബന്ധത്തിൽ നിന്ന് പുറത്തു വരും, എൻ്റെ കുഞ്ഞുങ്ങളെല്ലാം ഇങ്ങനെയായി, അതുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു. ഞാനൊരു കാര്യം പറയട്ടെ, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. നാർസിസ്റ്റായ ആണുങ്ങൾ ഭയങ്കര പേടി തൊണ്ടന്മാരാണ്. രാജേഷ് ഒരു കാര്യം ആലോചിക്കുക, നമുക്കൊരാളെ ഉപദ്രവിക്കണം, നമുക്കൊരാളെ കൊല്ലണം, നമുക്കൊരാളെ എന്തെങ്കിലും ചെയ്യണം, നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കും, നമ്മൾ പോയി ചെയ്യും. ഇതല്ലേ നമ്മൾ ചെയ്യുന്ന പരിപാടി. ഇപ്പോൾ എന്തിനായിരിക്കും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഞാൻ ചെയ്യും, ഞാൻ നിന്നെ അങ്ങനെ ചെയ്യും, ഞാൻ നിന്നെ ഇങ്ങനെ ചെയ്യാം, ഞാൻ നിൻ്റെ പേര് കേസ് കൊടുക്കും, അത് ചെയ്യും, ഇത് ചെയ്യുന്നതൊക്കെ പറയുന്നത് എന്തിനാന്ന് പറഞ്ഞാൽ നമ്മൾ പേടിക്കാൻ വേണ്ടിയിട്ടാണ്. പേടിക്കുന്നത് എന്തിനാന്ന് പറഞ്ഞാൽ അനുസരിക്കണം. ഇവർക്ക് അടിമകളെ വേണ്ടേ. ഒന്നെങ്കിൽ ഇവരുടെ അച്ഛനോ അമ്മയോ ഇതുപോലെ ക്യാരക്ടറുള്ള ആളുകളായിരിക്കും. അവരുടെ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് ഇവർ ഈ പറയുന്ന ആളുകൾ ഇങ്ങനെയായി മാറുന്നത്. നമ്മൾ ചത്തുപോയിട്ട്, ലിറ്ററലി ആ വാക്ക് അങ്ങനെ ഉപയോഗിക്കേണ്ടി വരും, നമ്മൾ ചത്തുപോയിട്ട് പകരം നമുക്ക് ഫാമിലി ഉണ്ട്, നമുക്ക് അച്ഛനുണ്ട്, നമുക്ക് അമ്മയുണ്ട്, നമുക്ക് മക്കളുണ്ട് എന്ന് പറയുന്നതിന് എന്താ ഗുണം? നമ്മൾ മരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടല്ലേ ഇവരെല്ലാവരും ശരിക്കും നമുക്ക് വേണ്ടത്. ഇത് നമ്മളെ കൊന്നു കളയാനും നമ്മളെ മാനസികമായിട്ട് ചെയ്യാനും നമ്മൾ മെൻ്റൽ പേഷ്യൻ്റ് ആവാനും വേണ്ടിയിട്ടാണ് നമുക്കൊരു ബന്ധം വരേണ്ടത്, അല്ലെങ്കിൽ നമുക്ക് കല്യാണം കഴിച്ചൊരു പാർട്ണർ നമ്മുടെ കൂടെ വേണ്ടത് അല്ല. എമർജൻസി ആയിട്ട് നിങ്ങൾ പുറത്ത് കിടക്കുക. പുറത്ത് കിടക്കാൻ നിങ്ങൾക്ക് തടസ്സമായിട്ട് നിൽക്കുന്ന ഒന്നാമത്തെ കാര്യം, എൻ്റെ മക്കളെ ഞാൻ എന്ത് ചെയ്യും? നിങ്ങൾ മരിച്ചു പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ മക്കൾ എന്ത് ചെയ്യും? ഇല്ലേ? നിങ്ങളുടെ മക്കൾ എൻ്റെ മക്കളെ ഞാൻ പറയുന്നത് അനുസരിക്കുന്നില്ല. കാരണം എന്താ? നിങ്ങൾ ആദ്യമേ ഈ കാര്യം തീരുമാനിക്കണമായിരുന്നു. നിങ്ങളുടെ മക്കൾ നിങ്ങൾ പറയുന്നത് അനുസരിക്കുന്നതിന് കാരണം എന്താണെന്ന് പറഞ്ഞാൽ NPD, നിങ്ങളുടെ ഭർത്താവ് നാർസിസ്റ്റ് ആണെങ്കിൽ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കുറ്റങ്ങൾ നിങ്ങളറിയാതെ നിങ്ങളെ മക്കളെ പറഞ്ഞ് വിശ്വസിപ്പിക്കും. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭർത്താവിൻ്റെ കുറ്റങ്ങൾ പറയും എന്നുള്ളൊരു പേടി കൊണ്ട് ഈ പുള്ളി എന്ത് ചെയ്യും? ഈ നിങ്ങളറിയാതെ നിങ്ങളുടെ തെറ്റുകൾ, നിങ്ങളുടെ മിസ്റ്റേക്കുകൾ, നിങ്ങളുടെ വീട്ടുകാരെ പറ്റിയുള്ള കുറ്റങ്ങൾ, നിങ്ങളുടെ ബന്ധുക്കാരെ പറ്റിയുള്ള കുറ്റങ്ങൾ, നിങ്ങളുടെ സഹോദരന്മാരെ പറ്റിയുള്ള കുറ്റങ്ങൾ, നിങ്ങൾക്ക് ചെയ്യാത്ത നിങ്ങളുടെ തെറ്റുകളെല്ലാം പറഞ്ഞ് മുൻകൂട്ടി പ്ലാൻ ചെയ്ത് ഈ കുഞ്ഞുങ്ങളെ പറഞ്ഞ് വിശ്വസിപ്പിക്കും. എന്ന് പറഞ്ഞാൽ അമ്മ പറയുന്നതൊന്നും വിശ്വസിക്കരുത്, അമ്മ കള്ളിയാണ്, അമ്മ പറ്റിക്കും, അമ്മ ചതിയത്തിയാണ്, ഈ അമ്മ കാരണം കൊണ്ടാണ് എൻ്റെ ജീവിതം നശിച്ചു പോയത്, നിങ്ങളുടെ അമ്മയുടെ നിങ്ങൾ വിശ്വസിക്കരുത്. കുഞ്ഞുങ്ങളോട് സ്വന്തം അച്ഛനാണ് പറയുന്നത്. ആരെപ്പറ്റി? അമ്മയെപ്പറ്റി. കുഞ്ഞുങ്ങൾ ഉറപ്പായിട്ട് വിശ്വസിക്കും. അങ്ങനെ പറ്റുമ്പോൾ എന്ത് പറ്റും? ഇത് കുറേ വർഷങ്ങൾക്ക് ശേഷമായിരിക്കും ഈ സ്ത്രീകൾ മനസ്സിലാക്കുന്നത്, ഓ എൻ്റെ മക്കൾ എനിക്കെതിരായി. അതെ, മക്കളെതിരായി. നിങ്ങൾ തുടക്കമേ നിങ്ങൾ മനസ്സിലാക്കണമായിരുന്നു. നിങ്ങളുടെ പ്രശ്നം എന്നാ? അയ്യോ ഞാനിനി ഈ ബന്ധത്തിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ ജീവിക്കും?
നിങ്ങൾക്ക് ജീവിക്കാൻ കഴിവില്ല എന്നും നിങ്ങൾക്ക് പണം സമ്പാദിക്കാൻ കഴിവില്ല എന്നും നിങ്ങൾ നാട്ടിൽക്കൂടെ ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെ അങ്ങോട്ട് ഇങ്ങോട്ട് തെക്കും വടക്കും നടക്കുമെന്നും ഓൾറെഡി നിങ്ങളെ പറഞ്ഞ് വിശ്വസിപ്പിച്ചേക്കാം. നിങ്ങളെ പറഞ്ഞ് വിശ്വസിപ്പിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് നിങ്ങൾക്ക് ഇതിന് പുറത്തു വരാൻ പറ്റാത്തത്. ഇത് നിങ്ങളെ ചതിച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്ത് വെച്ചേക്കാം. അതുകൊണ്ടാണ് നിങ്ങൾക്കൊരു കഴിവുമില്ല, നീ പോയാൽ നിനക്കൊന്നും ചെയ്യാൻ പറ്റില്ല, നിനക്ക് പൈസ സമ്പാദിക്കാൻ പറ്റില്ല, ഞാനാണ് നിന്നെ നോക്കുള്ളൂ, ഞാൻ നോക്കുന്നവർ നിന്നെ ആരും നോക്കില്ല, ഇത്തരത്തിലുള്ള വാക്കുകൾ പറഞ്ഞ് നിങ്ങളെ അവിടെ ഇരുത്തും. ഇനി അടുത്തൊരു വിഷയം എന്നാ, നിൻ്റെ വീട്ടുകാർ നിന്നെ നോക്കൂല. ശരിയാണ്. കാരണം എന്ന് പറയുമ്പോൾ ഈ സ്ത്രീയുടെ വീട്ടുകാരെയും ഈ പറയുന്ന നാർസിസിസ്റ്റ് അയാൾ കയ്യിലെടുത്തിട്ടുണ്ടാവും. എന്ന് പറഞ്ഞാൽ കുറ്റങ്ങളെല്ലാം പറഞ്ഞു കൊടുത്ത് എല്ലാ രീതിയിലും മാനിപ്പുലേറ്റ് ചെയ്ത് തെറ്റിദ്ധരിപ്പിച്ച് നശിപ്പിച്ചിടും. എന്താ കാര്യം എന്ന് പറയുമ്പോൾ ഈ സ്ത്രീ ഒരു NPD ക്യാരക്ടറുള്ള ഒരു ഭർത്താവിൻ്റെ സ്വഭാവ വൈകൃതം ആകെ ഈ ലോകത്ത് അറിയാൻ പറ്റുന്ന ഒരേ ഒരാളും അവൻ്റെ ഭാര്യ. ഈ ഭാര്യ ഇവൻ്റെ ക്യാരക്ടർ മറ്റുള്ളവരോട് പറയുമോ എന്നുള്ള പേടി കാരണം കൊണ്ട് ഇവൻ മുൻകൂട്ടി മാസങ്ങൾക്ക് മുമ്പോ വർഷങ്ങൾക്ക് മുമ്പോ കാര്യങ്ങളെല്ലാം ചെയ്തു വയ്ക്കും. എന്ന് പറഞ്ഞാൽ ഇവർ പലപ്പോഴും ഡ്രഗ്സ് ഒന്നും ഉപയോഗിക്കുന്ന ആളുകളായിരിക്കില്ല. ഇവരെന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത വർഷം ഈ ദിവസം നടക്കേണ്ട കാര്യത്തെ ഇവർ ഈ വർഷം മൊത്തം എടുത്ത് പ്ലാൻ ചെയ്യും. ഇതാണ് ഇവരുടെ. അപ്പം നമ്മൾ ചിന്തിക്കും ഇതുകൊണ്ട് എന്ത് സുഖം കിട്ടണമെന്ന്. ഒരാളുടെ ആത്മസംതൃപ്തി, ഒരാളുടെ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ചിന്തിക്കുന്ന പോലെയല്ല. നമ്മളെ സംബന്ധിച്ച് നമ്മൾ പഠിച്ച് ഒരു ജോലി വാങ്ങുമ്പോഴാണ് നമ്മൾ സാറ്റിസ്ഫൈഡ് ആവുന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും നമ്മുടെ എന്തെങ്കിലും ഒരു വണ്ടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മൊബൈൽ ഫോണോ സ്വർണ്ണമൊക്കെ വാങ്ങുമ്പോഴാണെങ്കിൽ നമ്മൾ സാറ്റിസ്ഫൈഡ് ആവുന്നത്. ഇതൊന്നും അല്ലാത്ത ചില ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകളെ കാറ്റഗറിയിൽ NPDക്കാർ പെടേണ്ടി വരും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരാളെ അവർക്ക് വേണ്ടി പ്ലാൻ ചെയ്ത് നമ്മുടെ ഉപദ്രവങ്ങളും നമ്മുടെ അവസ്ഥകളും എല്ലാം അവരെ വേണ്ടി അനുഭവിപ്പിച്ച് അത് നിങ്ങളുടെ തെറ്റാണെന്ന് നിങ്ങളെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്ത് നിങ്ങളാണ് ഈ ലോകത്തെ തെറ്റുകാരി, ഇവരുടെ തെറ്റുകളാണ് തലയിൽ അടിച്ചേൽപ്പിക്കുന്നത് പറഞ്ഞ് വിശ്വസിപ്പിച്ച് നിങ്ങളെ എങ്ങനെ ജീവിക്കണം, നിങ്ങൾ ചിരിക്കാൻ പാടില്ല, ഇവരുടെ മുന്നിൽ ചിരിക്കാനേ പാടില്ല, ചിരിക്കാണ്ടിരിക്കാൻ സന്തോഷിക്കാണ്ടിരിക്കാൻ ചെയ്തുള്ള എല്ലാ കാര്യങ്ങളും ഇവർ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് വയ്ക്കും. ഇന്ന് നിങ്ങളുടെ വീട്ടിലൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ വിചാരിക്കും ഇപ്പോഴത്തെ പ്രശ്നമാണെന്നല്ല, ഇത് മുൻകൂട്ടി തയ്യാറാക്കപ്പെട്ട പ്രോബ്ലമാണ്. ആ പ്രോബ്ലമായിരിക്കും ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് സംഭവിക്കുന്നത്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിക്കോ, നിങ്ങൾ മാനസികമായിട്ട് തകർത്തുകൊണ്ടിരിക്കുക. നിങ്ങൾ മാനസികമായി തകർത്തിട്ട് നിങ്ങൾ മക്കൾക്ക് വേണ്ടിയിട്ടാണ് ജീവിച്ചത്, ഭർത്താവിന് വേണ്ടിയിട്ടാണ് ജീവിച്ചത്, എൻ്റെ വീട്ടുകാർക്ക് വേണ്ടി ജീവിച്ചതെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളുടെ ജീവിതം ഒരു കയറിൻ്റെ തുമ്പത്തോ ഒരു കുപ്പി വിഷത്തിൻ്റെ കുപ്പിയിലോ നിങ്ങളുടെ ജീവിതം തീരും. ആര് സമാധാനം പറയും? നിങ്ങൾ മരിച്ചു പോയാൽ ഈ നാർസിസിസ്റ്റ് അയാൾക്ക് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. കാരണം എന്ന് പറയുമ്പോൾ നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്നുള്ളതെല്ലാം സ്ക്രിപ്റ്റഡാണ്. പറഞ്ഞാൽ വിശ്വസിക്കുമോ? നിങ്ങൾ മരിച്ചു പോയാൽ നിങ്ങൾ എന്തുകൊണ്ട് മരിച്ചു എന്നുള്ള കാര്യം ഇപ്പോഴേ അവർ തയ്യാറാക്കി വെച്ചിട്ടുണ്ടാവും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതേ അവൾക്ക് മാനസിക പ്രശ്നമുണ്ട് കേട്ടോ, മെൻ്റലാണ്, അത് എന്തോ മാനസികമായ പ്രോബ്ലം ഉണ്ടാണ്. ഇടയ്ക്കിടയ്ക്ക് സൂയിസൈഡ് ടെൻഡൻസി കാണിക്കുന്നുണ്ട്. കാരണം എന്താ, ഇവൻ്റെ പെരുമാറ്റം കൊണ്ട് ഈ സ്ത്രീ സൂയിസൈഡ് ചെയ്യുന്ന ഇവനറിയാം. അതുകൊണ്ട് ഇവനെന്ത് പണിയും, ഈ സ്ത്രീ സൂയിസൈഡ് ചെയ്യുമെന്നും ഈ സ്ത്രീ എല്ലാവരും നശിപ്പിക്കുമെന്നും എല്ലാവരുടെ നെഗറ്റീവാണെന്ന് പറഞ്ഞ് ഈ സ്ത്രീനെ പറഞ്ഞ് വിശ്വസിപ്പിക്കും. ഇനി അങ്ങനെ വിശ്വസിപ്പിച്ചാൽ മാത്രം മതിയോ? ഈ സ്വന്തം അച്ഛനമ്മ ഇത് കാണണ്ടേ? സ്വന്തം മോള് കല്യാണത്തിന് മുന്നേ വരെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല, പിന്നെ ഇങ്ങനെ കല്യാണം ശേഷം ഇങ്ങനെ ആയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കും? അതും അടുത്ത കാര്യം ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ പ്രവർത്തിപ്പിക്കണമല്ലോ. ഈ സ്ത്രീനെ മാനസികമായിട്ട് വളരെ സാവധാനം ചിരിച്ചും കളിച്ചും നിന്ന് ഇറിറ്റേറ്റ് ചെയ്ത് ഈ സ്ത്രീ ഒരു നിമിഷം പൊട്ടിത്തെറിക്കും. നമ്മൾ പൊട്ടിത്തെറിക്കുന്ന സമയത്ത് നമുക്കറിയില്ലല്ലോ നമ്മൾ എവിടെ നിന്നാണ് പൊട്ടിത്തെറിക്കണമെന്ന്. അങ്ങനെ നിങ്ങളെ കൊണ്ട് മറ്റുള്ളവരുടെ മുന്നിൽ നിർത്തി നിങ്ങളെ പൊട്ടിത്തെറിപ്പിക്കും. എന്നിട്ട് ഇവൻ ഇങ്ങനെ വളരെ സൗമ്യനായിട്ടും ഓക്കെ ആയിട്ട് നിൽക്കും. അവനറിയാം ഇവളിപ്പോൾ പൊട്ടിത്തെറിക്കുമെന്നും എന്ത് പറഞ്ഞാലാണ് സീനാക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവനെ കാണുമ്പോൾ ഇവൻ ചിരിച്ച് വളരെ പോസിറ്റീവായിട്ട് നിൽക്കുന്ന ഒരു ഭർത്താവായിരിക്കും. ആളുടെ പോയി അപ്പോൾ അച്ഛനോട് അമ്മ പറയും, അച്ഛനമ്മ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, സഹോദരങ്ങൾ പറയും ഞാനൊരു മിസ്റ്റേക്കും ചെയ്തിട്ടില്ല, കൂട്ടുകാരോട് പറയും ഇനി ഞാനല്ല ഇതൊന്നും ചെയ്യുന്നത്. ആരും വിശ്വസിക്കില്ല. കാരണം എന്താ, ഫുൾ സ്ക്രിപ്റ്റഡാണ്. നിങ്ങളെന്താ ഫുൾ സ്ക്രിപ്റ്റഡാണ്, ഒന്നുമില്ല. അപ്പോൾ നിങ്ങൾ ചോദിക്കുന്നത് എന്തിനാണ് ഇങ്ങനെ ചെയ്യണമെന്ന്. നാർസിസിസ്റ്റായ ആളുകൾക്ക് ഒരു അടിമേനെ വേണം. അടിമേനെ വേണമെന്ന് പറഞ്ഞാൽ അവർക്ക് തല്ലാനും ചവിട്ടാനും കുത്താനും മാനസികമായി പീഡിപ്പിക്കാനും അവർക്കൊരാളെ വേണം. എന്തിന് എന്നുള്ള ചോദ്യമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതാണ്, ഇതാണ് അവരുടെ മാനസിക ഉല്ലാസം. ഈ മാനസികമായ രസത്തിന് വേണ്ടിയിട്ടാണ് ഇവരിത് ചെയ്യുന്നത്. കാരണം ഓരോ മനുഷ്യർക്ക്, ചില ആളുകൾ ഡ്രഗ്സ് ഉപയോഗിക്കും, ചില ആളുകൾ ഭക്ഷണം കഴിക്കും, ചില ആളുകൾ നല്ല ഡ്രസ്സ് വാങ്ങിക്കും. ഓരോ ആളുകൾക്കും ഓരോ രീതിയാണ്. അതുകൊണ്ട് നിങ്ങളിത് എന്തിനായി എന്നുള്ളൊരു ചോദ്യത്തിനൊന്നും ഇവിടെ പ്രസക്തിയില്ല. അവൻ്റെ മെൻ്റൽ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് മറ്റൊരാളെ ഇതുപോലെ അടിമയാക്കി വെക്കേണ്ട ഒരു രീതിയിലൂടെ പ്ലാനിങ് നടത്തി അതിൽ സക്സസ് ആവുന്നതാണ് ഇവൻ്റെ വിജയം. വീട്ടുകാരുടെ മുന്നിൽ നിങ്ങളൊരു ഭ്രാന്തിയാക്കി മാറ്റി, അതവൻ്റെ സക്സസ്സാണ്. കാരണം എന്താ, മാസങ്ങൾക്ക് മുമ്പ് വർഷങ്ങൾക്ക് മുന്നേ അവൻ്റെ സ്ക്രിപ്റ്റിംഗ് ആണ് അവിടെ വിജയിച്ചത്. ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്യണം? ഒന്നും ചെയ്യാനില്ല, വളരെ സിമ്പിളാണ്. നിങ്ങൾ മരിക്കും എന്ന് ഉറപ്പാണ്. കാരണം നാട്ടുകാരുമില്ല, വീട്ടുകാരുമില്ല, ബന്ധുക്കാരുമില്ല, ആരുമില്ലാതെ ഒറ്റപ്പെട്ട്
തകർന്ന് കണ്ണീര് വറ്റും. കാലുകൾ രണ്ടും ചലിപ്പിക്കാൻ പറ്റാത്ത അവസ്ഥയിലോട്ട് നിങ്ങൾ എത്തും. എന്നെ എന്ത് വേണമെങ്കിലും ചെയ്തു എന്നുള്ളൊരു മനോഭാവത്തിലോട്ട് നിങ്ങൾ എത്തും. അവസാനം നിങ്ങൾക്ക് അനങ്ങാൻ പറ്റില്ല, നിങ്ങൾ മരിക്കും എന്ന് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ബാഗ് പാക്ക് ചെയ്യുക, ബാഗ് എടുക്കുക, ഇറങ്ങുക, നടക്കുക, എവിടെയെങ്കിലും ഒരു ജോലി, എന്തെങ്കിലും ഒരു ജോലി കണ്ടെത്തുക, ജോലിക്ക് കയറുക, ജീവിക്കുക. നിങ്ങൾ കെട്ടിത്തൂങ്ങിയൊരു കയറിൻ്റെ തുമ്പത്ത് കെട്ടിത്തൂങ്ങി ആടിയിട്ട് നിങ്ങൾ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? നമ്മുടെ ജീവിതം നമ്മൾ നോക്കണം, അല്ലാതെ നമ്മുടെ ഭർത്താവോ അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരെല്ലാം നോക്കണ്ടേ. ചിലപ്പോൾ കുഞ്ഞുങ്ങൾ നിങ്ങളുടെ കൂടെ വന്നില്ല എന്നിരിക്കും. ഒരിക്കൽ ഇത് തിരിച്ചറിയും, ഈ അച്ഛൻ്റെ സ്വഭാവം എന്താണെന്ന്. അവർ തിരിച്ചു വന്നോളും. ഇത് ഭയങ്കര ഡേഞ്ചർ സിറ്റുവേഷനാണ്. ഇപ്പം ഞാനിങ്ങനെ ഇരുന്ന് സിമ്പിളായിട്ടിരുന്ന് പറയാമെങ്കിൽ പോലും ഇത് അനുഭവിക്കുന്ന ഒരുപാട് സ്ത്രീകൾ എനിക്കറിയാം, അത്രത്തോളം തന്നെ പുരുഷന്മാരാണ് ഇതിൻ്റെ ഏറ്റവും അപകടകരമായ വശം അനുഭവിക്കേണ്ടി വരും. കാരണം സ്ത്രീകൾ NPD സ്ത്രീകൾ കൊണ്ട് കേസ് കൊടുക്കും. പുരുഷന്മാർ കേസ് കൊടുക്കുമെന്ന് പറയുള്ളൂ, പക്ഷേ ഇവർ കൊണ്ട് കേസ് കൊടുക്കും. എന്നിട്ട് പറയും ഇവന് കഴിവില്ല, ഇവന് ലൈംഗികമായ ഇതില്ല. എങ്ങനെയാണോ ആ പുരുഷനെ സാമൂഹികപരമായിട്ട് അധംപതിച്ച് കളയാം, എങ്ങനെയാണോ നശിപ്പിച്ച് കളയാം, ആ ലെവലിലെല്ലാം നശിപ്പിച്ച് കളയും. നിങ്ങളുടെ എല്ലാ ബന്ധങ്ങളിലോട്ടും ഇവർ ഫോൺ ചെയ്യും. എല്ലാവരും വിളിച്ചിട്ട് ഇവർ പറയും ഇവ മോശമായിട്ടോ എന്ന് ഈ സ്ത്രീ വിളിച്ച് പറയും. ഇത് NPD പ്രശ്നമാണ്. ഇവർ പറയും ഞാൻ സ്നേഹം കൊണ്ടല്ലേ, ഞാൻ കെയർ ചെയ്യുന്നത് കൊണ്ടല്ലേ, ഞാൻ നിങ്ങളുടെ കൂടെ, എനിക്ക് നിങ്ങൾ മാത്രമേ ഉള്ളൂ. അങ്ങനെയാണ് ഇങ്ങനെയാണ് പെരുമാറേണ്ടത്. നമുക്കൊരാളോട് സ്നേഹമാണെന്നും നമുക്കൊരാളോട് ഇഷ്ടമാണെന്നും നമുക്കൊരാളോട് താല്പര്യമുണ്ടെന്ന് കരുതി നമ്മളൊരാളെ ദ്രോഹിക്കുകയാണ് ചെയ്യുന്നത്. അല്ല, ദ്രോഹിക്കുക എന്ന് പറയുന്നതും സ്നേഹിക്കുക എന്ന് പറയുന്നത് രണ്ടാണ്. ഇതും നമ്മൾ പറഞ്ഞ് വിശ്വസിപ്പിച്ചു. നിങ്ങളെ തല്ലും, തല്ലിയ കൈകൊണ്ട് തലോടും, തലോടി കൈകൊണ്ട് ഭക്ഷണം വാരിത്തരും, ആ കൈകൊണ്ട് വീണ്ടും തല്ലും. അപ്പം നിങ്ങൾ എന്ത് ചിന്തിക്കും? നിങ്ങൾ കൺഫ്യൂസറായി അവരുടെ ആനന്ദം തീരുന്നവരെ ഒരിക്കലും ഇവർക്കത് മതിയാവില്ല. തീരുന്നത് വരെ നിങ്ങളെ ഇട്ട് വട്ടം കറക്കി നിങ്ങൾ കരയുന്നത് അവർക്ക് കാണണം. നിങ്ങളുടെ ഒരു കൂട്ടുകാരനെ പോലും വിളിക്കാൻ അവർ സമ്മതിക്കില്ല. അവരപ്പം പറഞ്ഞു വരുന്നത് നിങ്ങൾ തമ്മിൽ അവിഹിതമെന്ന്, അല്ലെങ്കിൽ അപ്പം പറഞ്ഞു വരുന്നത് നിങ്ങളുടെ അച്ഛനുമായിട്ട് നിങ്ങളെ കൂട്ടി സംസാരിക്കും, അമ്മയായിട്ട് സംസാരിക്കും. ഇവർക്ക് ബന്ധങ്ങളൊന്നുമില്ല. ഈ നാർസിസ്റ്റായ പുരുഷന്മാർക്ക് അച്ഛൻ എന്താണെന്നോ അമ്മ എന്താണെന്നോ സഹോദരൻ എന്താണെന്നോ കൂട്ടുകാരൻ എന്താണെന്നോ രീതിയൊന്നുമില്ല. നിങ്ങളെ എങ്ങനെ, എത്ര വൃത്തികേടുകൾ പറഞ്ഞ് നിങ്ങളെ എങ്ങനെ തകർക്കാം എന്നുള്ളത് ഇവർക്ക് ബൈഹാർട്ടാണ്. പിന്നെ ഇവിടെ പ്രത്യേകത, ഇവർ മറ്റുള്ളവരുടെ മുന്നിൽ ഭയങ്കര പെർഫെക്റ്റ് ആയിരിക്കും. പെർഫെക്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കാൻ പോലും പറ്റില്ല ഇവരെന്താണെന്ന്, ഒരു ഇഞ്ച് പോലും. കാരണം ഇവർക്കറിയാം മറ്റൊരാളെ എന്നെ എങ്ങനെയാണ് മിസ്അണ്ടർസ്റ്റാൻഡിങ് ചെയ്യുന്നത്, എന്നെ എങ്ങനെയാണ് തെറ്റിദ്ധരിക്കുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഇവർ മനസ്സിലാക്കിയിരുന്നിട്ടുകൊണ്ടാണ് ഇവർ ജീവിക്കുന്നത്. ഇവർ ഫുള്ളും ഒരു സ്ക്രിപ്റ്റിങ്ങിലാണ്, ഇവർ ഫുള്ളും ഒരു സിനിമ കളിച്ചുകൊണ്ടിരിക്കുക. ഇവർ ആ സിനിമയിലെ നായകനും നായികയും ഇവരാണ് ആ സിനിമ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ആ സിനിമയാണ് നിങ്ങളുടെ ജീവിതം. ആ ജീവിതത്തിൽ നിങ്ങൾ അവസാനം സൂയിസൈഡാണ് നിങ്ങൾക്ക് വിധി. ഒരാളും ഇതിൽ ഇടപെടില്ല. കാരണം അത്രത്തോളം തെളിവുകളും അത്രത്തോളം ആരോപണങ്ങളും അത്രത്തോളം പ്രശ്നങ്ങളും നിങ്ങൾക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അവർ ഓൾറെഡി. അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞാൽ ആരും വിശ്വസിക്കാൻ പോകില്ല. അതുകൊണ്ട് നിങ്ങളുടെ ദുഃഖങ്ങളും നിങ്ങളുടെ സങ്കടങ്ങളും നിങ്ങൾ ആരോടും പറഞ്ഞ് സമയം കളഞ്ഞ് ആളുകളെ വിശ്വസിപ്പിച്ച് വീട്ടുകാരെ കൺവിൻസ് ചെയ്ത് നിങ്ങളാണ് ഇതിൽ പ്രശ്നങ്ങൾ അനുഭവിക്കണേ എന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് മനസ്സിലാക്കാൻ നിൽക്കാതെ സ്വന്തം ആരോഗ്യം, സ്വന്തം ജീവിതം, അവനവന് പോകും എന്നുള്ള ബോധം ക്രിയേറ്റ് ചെയ്തിട്ട് ഇറങ്ങിപ്പോവുക. വഴി കിടന്ന് മരിക്കുന്നേ. എന്തിനാണ് ഇങ്ങനെ കിടന്ന് മരിക്കുന്നത്? ഞാൻ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ കുറച്ച് ഷുഗർ കോട്ടഡൊന്നുമല്ല, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പറയുന്നത്. ഒരു ഷുഗർ കോട്ടഡ് ഇതിനകത്ത് ചെയ്തിട്ട് കാര്യമില്ല. അത്രത്തോളം ഇവർ അനുഭവിക്കുന്നില്ല. ഒരു പോലീസുകാർക്ക് ഒരു നിയമത്തിന് ഇതിനകത്ത് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഈ NPD കാര്യം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. കാരണം അത്രത്തോളം ബ്രില്യൻ്റാണ് ഇവരുടെ ബ്രെയിൻ. കാരണം ഇവരുടെ അച്ഛനും അമ്മയും ഇവരങ്ങനെയാണ് വളർത്തിയിരിക്കുന്നത്. ഇവർക്ക് ബന്ധങ്ങളില്ല. ഇവരാരും അങ്ങോട്ട് എന്ത് വേണമെങ്കിലും ഇവർ ചെയ്യും. ഇവർ ചതിക്കും, ഇവർ പറ്റിക്കും. ഇവർക്ക് ഒരു മനുഷ്യനോട് ഒന്നുമില്ല. സ്വന്തം മക്കളോട് പോലും അവർക്കതില്ല. ഇവർ അഭിനയിച്ചുകൊണ്ടിരിക്കുക. ഇവർ അഭിനയിച്ച് ഓരോ ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇവർ അഭിനയിച്ചിട്ട് ഇവർക്ക് രാത്രി ഇരുന്നൊരു ആലോചനയുണ്ട്. ഇവരൊക്കെ ഉറക്കമില്ല. ഈ രാത്രി ഇരുന്ന ആലോചനയിൽ ഞാൻ ഇന്ന് ഭാര്യേനെ ഇങ്ങനെയൊക്കെ ചെയ്ത് തെറ്റിദ്ധരിപ്പിച്ചു, ഞാൻ സക്സസ് ആയി. ഞാൻ എൻ്റെ മക്കളെ ഞാനിങ്ങനെ ചെയ്തു, ഞാൻ സക്സസ് ആയി. ഞാൻ എൻ്റെ ഓഫീസിൽ ഇങ്ങനെ ആൾക്കാരെ പറഞ്ഞ് പറ്റിച്ചു, ഞാൻ സക്സസ് ആയി. ഞാൻ അവനെ ചതിക്കുന്നുണ്ടെങ്കിലും അവൻ എന്നെ വിശ്വസിക്കുന്നുണ്ട്, ഞാൻ സക്സസ് ആയി. ഇവരുടെ സക്സസ് എന്ന് പറയുന്നത് ഇവർ മറ്റുള്ളവരെ പറ്റിക്കുന്നതാ, ചതിക്കുന്നതാ, വഞ്ചിക്കുന്നതാ. ഒന്നുമില്ല, ഇറങ്ങിപ്പോവുക. അല്ലയോ, നിങ്ങൾ മക്കൾക്കും നിങ്ങളുടെ NPD ആയ ഭർത്താവിന് വേണ്ടി ജീവിച്ച് മരിക്കാനാണ് നിങ്ങളുടെ പ്ലാനെങ്കിൽ അവിടെ നിന്നോ, എന്നിട്ട് അത് അനുഭവിച്ചോ. കരഞ്ഞിട്ടും കാര്യമില്ല, മനസ്സിലാക്കിയിട്ടും കാര്യമില്ല, തെറാപ്പി എടുത്തിട്ടും കാര്യമില്ല, നിങ്ങൾ കൂടോത്രം മന്ത്രവാദം ചെയ്തിട്ടും കാര്യമില്ല, ഒന്നുമില്ല. നിങ്ങൾ അനുഭവിച്ചോളാം. ഇല്ലെങ്കിലോ നിങ്ങൾ ധൈര്യമായി ഇറങ്ങി വരിക. ഈ ലോകം, ഈ ഭൂമി
അവനും അവകാശപ്പെട്ട പോലെ തന്നെ നമുക്കും അവകാശപ്പെട്ടതാണ്. നമുക്കും അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്, നമുക്കും അതിനുള്ള അവകാശമുണ്ട്. നമ്മൾ ജീവിക്കണോ നമ്മൾ മരിക്കണോ എന്നുള്ളത് മിനിമം നമ്മുടെ എങ്കിലും ഉത്തരവാദിത്തമായിരിക്കണം. അത് മറ്റൊരാളുടെ തീരുമാനത്തിലോ മറ്റൊരാളുടെ പ്ലാനിങ്ങിലോ സാധനം ആവാൻ പാടില്ല. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ അതിലും ഭേദം നമ്മൾ മറ്റെന്തെങ്കിലും ചെയ്യണേ. മനസ്സിലാവുന്നല്ലോ. ഒരുപാട് സ്ത്രീകൾ, ഒരുപാട് പുരുഷന്മാർ ഈ ഒറ്റ പ്രശ്നത്തിന് പേരിൽ മരിച്ചിട്ടുണ്ട്. എനിക്ക് എത്ര പേരറിയാമെന്ന് അറിയാമോ? നമുക്കൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇവരോട് എന്ത് പറഞ്ഞാലും അയ്യോ സാറ് ഞാനിത് എങ്ങനെ ഇറങ്ങിപ്പോവും, അയ്യോ സാറേ എനിക്ക് അവിടെ പ്രശ്നമില്ല, അയ്യോ സാറേ എനിക്ക് ഇവിടെ പ്രശ്നമില്ല. ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നതല്ല അയാളുടെ സ്ക്രിപ്റ്റാണ്. ഇവർ പറയുന്ന എല്ലാ വിശ്വാസങ്ങളും ആ പറയുന്ന ഓപ്പോസിറ്റ് ഇവിടെ ഭർത്താവിൻ്റെ സ്ക്രിപ്റ്റാണ്. ആ സ്ക്രിപ്റ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് ഇവർ പെരുമാറുന്നേ. ഇറങ്ങി പോവാൻ നോക്കുന്നേ. നമ്മൾ ഒരിക്കലും മരിക്കില്ല രാജേഷേ, നമ്മൾ ഒരിക്കലും മരിച്ചു പോകും. ആ മരണം എങ്ങനെ വേണോ? ഒരുത്തന്നെ നമ്മൾ അത്രയും വൃത്തികെട്ടവളാണോ? ഇനി നമ്മൾ വൃത്തികെട്ടവളാണെന്ന് തന്നെ വിചാരിക്കുക. ഇപ്പം എന്നാ കുഴപ്പം? സീരിയസ്ലി എന്നാ കുഴപ്പം? നമ്മളാരെങ്കിലും ചതിച്ചോ, നമ്മളാരെങ്കിലും പറ്റിച്ചോ? ആളുകളാണോ പറയേണ്ടത് നമ്മൾ വൃത്തികെട്ടവളാണെന്ന്? മറ്റേ ബന്ധുക്കാരും വീട്ടുകാരും ഭർത്താവിൻ്റെ വീട്ടുകാരും നാട്ടുകാരാണോ പറയേണ്ടത് നമ്മൾ വൃത്തികെട്ടവളാണെന്ന്? നമ്മളെപ്പറ്റി നമുക്കറിയില്ലേ? നമ്മളെപ്പറ്റി നമ്മൾ അറിഞ്ഞാൽ മതി. വേറെ ഒരാളും നമ്മളെപ്പറ്റി അറിയണ്ട, വേറെ ഒരാൾ നമ്മളെപ്പറ്റി അഭിപ്രായം പറയണ്ട. ഒരു ആവശ്യം അതിൻ്റെ അകത്തില്ല. ആ സർട്ടിഫിക്കറ്റ് കിട്ടിയോണ്ട് നമുക്ക് ഒരു ഗുണവും നമുക്കില്ല. വെറുതെ സർട്ടിഫിക്കറ്റിന് വേണ്ടി നിൽക്കാതെ ഇറങ്ങി പോകാൻ നോക്കാം. ഇതിനകത്ത് വേറെ ഒരു കോംപ്രമൈസോ ഇതിനകത്ത് വേറെ ഒരു സൊല്യൂഷനോ നിങ്ങൾക്ക് തരാനില്ല. നിങ്ങൾക്ക് പുറത്തോട്ട് ഇറങ്ങും. വിശാലമായ ലോകമാണ്, നിങ്ങൾക്ക് ജീവിക്കാം, സുഖമായി ജീവിക്കാം. നല്ല മനുഷ്യരും കുറേ കാര്യങ്ങളും ഗവൺമെൻറ്റും എല്ലാ സിസ്റ്റം പുറത്തുണ്ട്. കുറച്ച് കഷ്ടപ്പാട് നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. നിങ്ങൾ സ്വന്തം വീട്ടിൽ നിന്ന് രസിച്ച് ഈ കൊണ്ടുവരുന്ന പുള്ളിയുടെ ചിലവും ഈ കൊണ്ടുവരുന്ന പുള്ളിയുടെ ഭക്ഷണവും ഈ കൊണ്ടുവരുന്ന പുള്ളിയുടെ കാര്യങ്ങളെല്ലാം നോക്കി നിങ്ങൾ സുഖമായിട്ട് ജീവിച്ച ജീവിതം പുറത്തോട്ട് ഇറങ്ങി ഉണ്ടാവില്ല. പുറത്തിറങ്ങിയാൽ കഷ്ടപ്പെടേണ്ടവരും പണിയെടുക്കേണ്ടവരും. അതിന് മനസ്സുണ്ടെങ്കിൽ മാത്രമേ പുറത്തോട്ട് ഇറങ്ങാവൂ. ഭയമാണോ പേടിയാണോ അവിടെ തന്നെ നിന്ന് ഇതെല്ലാം അനുഭവിക്കുക. ചേട്ടനിപ്പോൾ ഈ ഭർത്താക്കന്മാരുടെ കാര്യങ്ങൾ പറഞ്ഞ സ്ഥിതിക്ക് സ്ത്രീകൾക്കാണ് ഇങ്ങനത്തെ ഒരു ഇഷ്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ പെരുമാറുന്ന രീതി എങ്ങനെയായിരിക്കും? ഭർത്താവ് ജയിലിൽ കയറും, ജയിലിൽ കയറ്റി വരും. ഭർത്താവിൻ്റെ എല്ലാ ബന്ധങ്ങളും ഇവർ നശിപ്പിക്കും. ഭർത്താവ് പെണ്ണുപിടിയനാണ്, കള്ളുകുടിയനാണ്, ലൈംഗികമായിട്ട് സ്ത്രീകളുമായി പരസ്ത്രീ ബന്ധമാണ്, വീട്ടുകാരുമായിട്ട് ബന്ധമാണ്, ഭയങ്കര വൃത്തികെട്ടവനാണ്, നമ്മൾ ഭയങ്കര എല്ലാത്തിലും പറയാൻ കൊള്ളില്ല ഒരു ചാനലിലിരുന്ന്. അത്രയും വൃത്തികേടുകൾ ഈ സ്ത്രീകൾ പറഞ്ഞിട്ടുണ്ടാക്കും. എന്നിട്ട് ഇവർ ഭയങ്കര അടിപൊളിയായിട്ട് നടക്കും. എന്നാൽ ഇവർക്ക് വേറെ റിലേഷൻഷിപ്പ് ഇവർക്ക് പുറത്തുണ്ടാവും. എന്നാൽ ഇവരുടെ അഭിനയവും ഇവരുടെ ആക്ടിങ് കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ ആയിരിക്കില്ല. ഈ ഭർത്താവിന് മാനസിക പ്രശ്നമാണെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് മറ്റുള്ളവരുടെ കൺവിൻസ് ചെയ്യിപ്പിച്ച് ഇവർ ട്രീറ്റ്മെൻറ്റിന് കൊണ്ടുപോകും. NPD സ്ത്രീകൾ ട്രീറ്റ്മെൻറ്റിന് കൊണ്ടുപോയിട്ട് മരുന്ന് കഴിപ്പിക്കും. മരുന്ന് കഴിപ്പിച്ച് കൊന്നു കളയുന്ന ഭർത്താക്കന്മാരെ കയറി. കാരണം ഇവർ മരിച്ചു പോകണമെന്നാണ് ഇവരുടെ ആഗ്രഹം. ഇവർക്ക് അവരെ വേണ്ട, അവരുടെ സ്വത്തോ അവരുടെ ആരോഗ്യമോ അല്ലെങ്കിൽ അവരുടെ പണമോ മാത്രം മതി. അതിനുവേണ്ടി ഇവർ കൊന്നു കളയും ഇവർ. അതിനകത്ത് ഒരു മാറ്റമില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മാനസിക പ്രശ്നമുണ്ടോ നിങ്ങൾക്കറിയാൻ പാടില്ലേ? നിങ്ങളുടെ ഭാര്യ പറയുന്നതാണോ കേൾക്കേണ്ടത്? അല്ലല്ലോ. മാനസിക പ്രശ്നം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? നാളെ ഒരിക്കൽ നിങ്ങളെ കൊല്ലണ്ട വന്ന നിയമത്തിൻ്റെ മുന്നിൽ സുഖമായിട്ട് രക്ഷപ്പെടാൻ പറ്റും നിങ്ങൾക്ക് മാനസിക പ്രശ്നം ഉണ്ടെങ്കിൽ. ടെക്നിക്ക് മനസ്സിലായോ? ഇതൊക്കെ നിയമത്തിലെ ലൂഫോൾ മനസ്സിലാക്കിയിട്ടാണ് ഇവരിയ്ക്കുന്നത്. ഇവരൊരിക്കലും ഇവരെ കണ്ടുപിടിക്കാൻ പറ്റില്ല രാജേഷ്. സ്ത്രീകളെ അത്രയും വൃത്തികെട്ട ചിന്താഗതിയാണ് ഇവർക്കുള്ളത്, NPDക്കാർക്കുള്ളത്. നമ്മളിതിനകത്ത് ഇടപെടാനൊന്നും പറ്റില്ല. ഒരാളിനകത്ത് ഇടപെട്ടിട്ട് കാര്യമില്ല. ആരും ഒന്ന് ഇടപെട്ടാലും ഇവർ അവരെ മാനിപ്പുലേറ്റ് ചെയ്യും. ഇനി അടുത്തൊരു കാര്യം, സാറേ ഇങ്ങനെയൊക്കെ പറഞ്ഞാലും അയാൾ എന്നെ ഉപദ്രവിക്കും, എന്നെ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും അത് ചെയ്യുന്നൊക്കെയാണ് പറയുന്നത്. ഞാൻ പറയുന്നു, നാർസിസ്റ്റായ പുരുഷന്മാരാണോ സ്ത്രീകളാണോ അവർ പേടിയുള്ളവരാണ്, പേടിത്തൊണ്ടന്മാരാണ്. ഭയങ്കര ഭയമാണ്. അതുകൊണ്ടാണ് ഇവർ ഒളി ജീവിതം ജീവിച്ച് ഒരു റൂമിൻ്റെ അകത്തിരുന്ന് നിങ്ങളെ പേടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ അങ്ങനെ ചെയ്യും, ഞാൻ ഇങ്ങനെ ചെയ്യും, നിങ്ങളെ കൊന്നുകളയും, നിൻ്റെ വീട്ടുകാരെ ഞാൻ ബുദ്ധിമുട്ടാക്കി കളയും. എന്തിനങ്ങനെ പറയുന്നത്? കുരയ്ക്കുന്ന പട്ടി കടിക്കില്ല, കുരച്ചുകൊണ്ടേ ഇരിക്കുള്ളൂ. ഈ കുര കണ്ടിട്ട് നമ്മൾ പേടിക്കുന്നത്. ചെയ്യേണ്ടവരാണ് അവൻ ചെയ്തേനെ. അങ്ങനെ ഒരു പെണ്ണിൻ്റെ മുന്നിൽ നിന്നിട്ട് വെല്ലുവിളിക്കേണ്ടതാണോ ആണത്തം? അല്ലല്ലോ. ആ പുറത്തിറങ്ങിയത് കാണിക്കില്ലല്ലോ. അപ്പം നിങ്ങളെ പേടിപ്പിക്കുന്നതാണ്. നിങ്ങളെങ്ങനെയാണ് പേടിക്കേണ്ടത് ഇയാൾക്കറിയാം. ഒറ്റ മരുന്നുള്ളൂ, നിവർന്ന് നിൽക്കുക, എന്ത് പറഞ്ഞാലും ചിരിക്കുക. അതിലും വലിയൊരു ഇൻസൾട്ട് അവർക്കില്ല. രണ്ട് കാറ്റഗറി. സ്ത്രീയാണ് NPD എങ്കിലും പുരുഷനാണ് NPD എങ്കിലും നിങ്ങളിങ്ങനെ നിൽക്കുക, എന്ത് പറഞ്ഞാലും ചിരിക്കുക. അവർക്ക് ചിരിക്കാൻ അവർ ചിരിച്ചാൽ അവർ താങ്ങൂല. അവർ മെൻ്റലി ഡിസ്റ്റർബ് ആവും, അവരുടെ ഉറക്കം നഷ്ടപ്പെടും, അവർ പാനിക്കാവും, അവർ ആങ്സൈറ്റി കയറും, അവർക്ക് ടെൻഷനാവും. കാരണം എന്താ? കരയാൻ വേണ്ടി അവർ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുക. ആ സമയത്ത് നിങ്ങൾ ചിരിക്കുക. നിങ്ങളുടെ അച്ഛനും അമ്മേനെ പറ്റി നിങ്ങൾ സംസാരിക്കുക. അപ്പം നിങ്ങൾ കരയുമെന്നായിരുന്നു അവരുടെ എക്സ്പെക്റ്റേഷൻ. നിങ്ങൾ കരഞ്ഞില്ല, നിങ്ങൾ ചിരിച്ചു.
നിങ്ങളുടെ പ്രൊഫഷനും നിങ്ങളുടെ ആരോഗ്യവും നിങ്ങളുടെ സെക്ഷുവാലിറ്റിയും ചേർത്ത് പിടിച്ചിട്ട് അവർ നിങ്ങളെ വൃത്തികേട് പറഞ്ഞു. നിങ്ങൾ കരഞ്ഞില്ല, നിങ്ങൾ ചിരിച്ചു. ഇനി എന്തും പറഞ്ഞ് കരയിപ്പിക്കും നിങ്ങളെ. ടെൻഷനായി, പാനിക്കായി. വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരുന്ന ആ ഒരു സ്ട്രാറ്റജി നടന്നില്ല. മനസ്സിലായോ? ഇറങ്ങി വരിക, അത്രേ ഉള്ളൂ. സ്മൈൽ ചെയ്യുക, ഇറങ്ങി വരിക. അതല്ല, ജീവിതം സ്ട്രോങ് ആയിട്ട് നിർത്തുക. അപ്പോഴത്തേക്ക് വേറെ ഒന്നുമില്ല.